ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവത്തിനാലൊലിക്കുന്ന വലിയേറെ കൃപകൾക്കായി നല്ല ദാനങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഹാളിനകത്തായിരിക്കുന്നവർ, വിവിധ രാജ്യങ്ങളിൽ വിവിധ പട്ടണങ്ങളിലിരുന്ന് ഞങ്ങളെ ശ്രമിക്കുന്നവർ, ഇനി ശ്രമിക്കാൻ പോകുന്നവർ എല്ലാവരെയും ഞാൻ ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവഭയത്തോടുകൂടെ ഈ പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം ഇതിൻ്റെ 9-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമോ? പുറപ്പാട് 3:9. The book of Exodus chapter 3 verse 9. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കലെത്തിയിരിക്കുന്നു. മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കം ഞാൻ കണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കലെത്തിയിരിക്കുന്നു. മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒട്ടനവധി സന്ദർഭങ്ങളും നാം പ്രാർത്ഥനകളിൽ ഉരുവിടുന്ന ഒട്ടനവധി വാക്യശകലങ്ങളുമൊക്കെയും നിറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ്. ശ്രദ്ധിക്കണമേ, പുറപ്പാട് 3 എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാതലായ സന്ദർഭങ്ങൾ, ദൈവിക നിറവുകൾ സംഭവിക്കുന്ന, ദൈവാത്മാവിൻ്റെ ചലനങ്ങൾ സംഭവിക്കുന്ന ഒരു അധ്യായമാണ്. അബ്രഹാമിനാൽ വെളിപ്പെട്ട യാഗത്തിൽ വെളിപ്പെട്ടൊരു പോരായ്മ മൂലം അബ്രഹാമിലൂടെ കടന്നു വന്ന ജനറേഷനുകൾ കൈമാറി വരുമ്പോൾ 400 വർഷം പ്രവാസത്തിലേക്ക് ഇസ്രായേൽ ജനം തള്ളപ്പെടുകയാണ്. 400 വർഷത്തെ പ്രവാസ ജീവിതത്തിനകത്ത് ഞെരുക്കത്തിൻ്റെ അപ്പവും കണ്ണുനീരിൻ്റെ വെള്ളവും കുടിച്ച് ഏകദേശം 10 തലമുറകൾ വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നത് ഇസ്രായേൽ മിസ്രൈമിനകത്ത് ഏകദേശം 10ഓളം തലമുറകൾ ഉണ്ടായിരുന്നിരിക്കാം. വചനം പറയുന്നു 4 തലമുറകൾ, 4ാം തലമുറ ഞാൻ അവരെ മടക്കി വരുത്തുമൊക്കെ. അപ്പോൾ ദൈവിക വചനത്തിൻ്റെ പ്രവചനത്തിൻ്റെ ദൂതുകളാണെങ്കിലും ഏകദേശം 4 തലമുറകൾ ഇസ്രായേൽ, 4ാമത്തെ തലമുറ ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മടങ്ങി വന്നു, സത്യമാണ്. പക്ഷേ മിസ്രൈമിൻ്റെ മണ്ണിൽ ഏകദേശം 10 തലമുറകൾ ഉണ്ടായിരുന്നു. 10 തലമുറ എങ്ങനെയാണെന്ന് നിങ്ങൾ ഇന്ന് പകൽക്കാലം എന്നോട് ചോദിച്ചാൽ വചനം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ജനറേഷൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 40 40 എന്ന് പറഞ്ഞാൽ 40 വർഷം വെച്ച് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 10 തലമുറകൾ മിസ്രൈമിൻ്റെ മണ്ണിൽ ഇസ്രായേൽ ജനതയ്ക്കുണ്ട്. 10 തലമുറകൾ. 400 വർഷം ദൈവം അവരെ അടിമകളാക്കി വച്ചു. 400 വർഷത്തെ അടിമവാസം. 4ാമത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ ആയുർദൈർഘ്യം കുറവല്ല, ആയുർദൈർഘ്യമുള്ള കാലഘട്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോസേഫിനെ അറിയാത്ത ഫറവോൻ വെളിപ്പെട്ട നാൾ മുതൽ അടിമ വീടാകുന്ന മിസ്രൈമിൽ നിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു വരുന്ന ഏകദേശം 400 വർഷത്തെ കാലഘട്ടം എന്ന് പറയുന്നത് 10 തലമുറകൾ മിസ്രൈമിൻ്റെ മണ്ണിൽ, ഒന്നും രണ്ടുമല്ല 10 തലമുറകൾ മിസ്രൈമിൻ്റെ മണ്ണിൽ അടിമകളായി അടിമയുടെ മക്കളായി ഒരായുസ് മുഴുവനും തള്ളിമീക്കി ജീവിക്കുന്ന അടിമവാസത്തിന് വിരാമമിടുന്ന ഒരധ്യായമാണ് 3-ാം അധ്യായം എന്ന് പറയുന്നത്. സ്നേഹത്തോടെ ഈ സന്ധിയോടടുക്കുന്ന ഈ സമയത്തും ഈ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ ആത്മമറവിൽ ഒരു ദൂത് കൈമാറാം. എത്ര കാലഘട്ടങ്ങൾ മാറിയാലും, എത്ര സാഹചര്യങ്ങൾ പ്രതികൂലമായാലും വാക്തത്വമുള്ളവനെ അധികകാലം ബന്ധിച്ചു വയ്ക്കാൻ കഴിയത്തില്ല. വാക്തത്വമുള്ളവനെ അധികകാലം ഒതുക്കി വയ്ക്കാൻ കഴിയത്തില്ല. എന്ന് പകൽക്കാലം തൻ്റെ ഇടമുണ്ടെങ്കിൽ ശബ്ദമുയർത്തിയൊന്ന് പറ, ഞാൻ അധികകാലം മറഞ്ഞിരിക്കത്തില്ല. മറനീക്കി എന്നെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമുണ്ട്, ഒരു സമയമുണ്ട്. എൻ്റെ മേൽ വാക്തത്വ നിവർത്തി സംഭവിക്കുന്ന സമയമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ചിലരുടെ കൂടാരത്തിനകത്ത് ഈ ഫെബ്രുവരി മാസത്തിൽ ചില വാഗ്ദത്ത നിവർത്തികൾ സംഭവിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഒരു ദൈവിക ഭക്തനെ സംബന്ധിച്ചിടത്തോളം അധികകാലം അവനെ ഒതുക്കി വയ്ക്കാൻ കഴിയത്തില്ല. ശ്രദ്ധിച്ചു കേട്ടെ, ഏകദേശം 400 വർഷത്തെ അടിമവാസം വിട്ട് ഇസ്രായേൽ ജനം അടിമ വീട്ടിൽ നിന്ന് ഇസ്രായേൽ ജന കഷ്ടതയും കണ്ണുമീരുമായി ഒരായുസ് മുഴുവനും തള്ളി നീക്കുമ്പോൾ വചനം കൃത്യമായി പറയുകയാണ്, എൻ്റെ ജനം കഷ്ടപ്പെടുകയാണ്, എൻ്റെ ജനം വേദനിക്കുകയാണ്. ആരാ വേദനിക്കുന്നേ? ആരാ കഷ്ടപ്പെടുന്നേ? ആരാ ഞെരുങ്ങുന്നേ? ആരാ സങ്കടപ്പെടുന്നത്? വാക്തത്വമുള്ള തലമുറയാണ്. ഇന്ന് പകൽക്കാലം പ്രിയരെ, വാക്തത്വമുള്ളവർക്ക് പ്രതിസന്ധിയുണ്ടോ പാസ്റ്ററേ? ഉണ്ട്. പ്രതികൂലമുണ്ടോ പാസ്റ്ററേ? ഉണ്ട്. പക്ഷേ അധികകാലം ഈ പ്രതിസന്ധിക്ക് നിന്നെ തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല. അധികകാലം നിന്നെ 4 ചുവരുള്ള വീട്ടിനകത്ത് ഒതുക്കി വയ്ക്കാൻ കഴിയില്ല. ദൈവം നിന്നോട് പറഞ്ഞ വാക്തത്വം നിവർത്തിയാകുന്ന സമയത്ത് ദൈവത്തിൻ്റെ കാലഘടികാര തിരിയുന്നൊരു സമയമുണ്ട്. അമ്മ നീയും നിന്റെ കുടുംബവും പുറത്തു വരും. കരമുയർത്തി ദൈവത്തിന് ഒരു ആരാധന കൊടുത്താട്ടെ. ഇന്ന് പകൽ ധൈര്യത്തോടെ പറ, ഞാനും എൻ്റെ കുടുംബവും പുറത്തു വരുന്നൊരു നാളുണ്ട്. ആ നാൾ പുറത്തു വരുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ സകലതും അണുവിട വ്യത്യാസമില്ലാതെ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ തലമുറയുടെ മേൽ, എൻ്റെ സഭയുടെ മേൽ, എൻ്റെ മിനിസ്ട്രിയുടെ മേൽ കൈമാറുന്നൊരു ദൈവത്തിൻ്റെ കരം ഇന്ന് പകലിൽ ചലിക്കുന്നുണ്ടെന്ന് പറഞ്ഞ വിശ്വസിക്കാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഇതിനകത്തിരിക്കുന്നവർ കരമടിച്ച് വായ്കളെ തുറന്ന് അല്പസമയം ദൈവത്തിന് ആരാധന കൊടുക്കണം. പ്രിയരേ, ആരും ചിന്തിക്കരുത് നിന്റെ കഷ്ടപ്പാട് ദൈവം കാണുന്നില്ലെന്ന്. ആരും ചിന്തിക്കരുത് നിന്റെ വേദന ദൈവം അറിയുന്നില്ലെന്ന്. ആരും നിന്നെ ചിന്തിക്കരുത് നിന്റെ ഹൃദയത്തിൻ്റെ ഉഴച്ചിലുകൾ ദൈവം അറിയുന്നില്ലെന്ന്. ഇന്ന് പകൽക്കാലം ഒരു ദൂത് ഞാൻ കൈമാറാം. അധികകാലം നിന്നെ ശത്രുവിനൊതുക്കാൻ കഴിയില്ല. അധികകാലം ബൗണ്ടറി ഇട്ട് വയ്ക്കാൻ കഴിയില്ല. അധികകാലം നിന്റെ ഭാവിയെ തടയാൻ കഴിയില്ല. അധികകാലം നിന്റെ വിദ്യാഭ്യാസത്തെ ഒതുക്കാൻ കഴിയില്ല. അധികകാലം നിന്റെ മിനിസ്ട്രിയെ തടഞ്ഞു വയ്ക്കാൻ കഴിയില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാമെങ്കിൽ ഒരു ദൂത് ആഴമായി ഞാനൊന്ന് ഇറങ്ങി പറയാ. അണകെട്ടി വെള്ളത്തെ തടഞ്ഞു വെക്കുമ്പോ വെള്ളത്തെ അധികകാലം ആ അണയ്ക്ക് വെള്ളത്തെ തടഞ്ഞു വെക്കാൻ കഴിയില്ല. വെള്ളത്തിന്റെ പ്രഷർ മുഖാന്തരം അണ പൊട്ടി വെള്ളം വേഗത്തിൽ ഒഴുകുന്നത് പോലെ നീ ഇന്ന് പകൽക്കാലം ശത്രു വെച്ച ബൗണ്ടറികളെ പൊളിച്ചു വേഗത്തിൽ പുറത്തു വരികയാ. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ദൂതിനോട് ആമേൻ പറഞ്ഞു സ്വീകരിച്ചോ. നിന്റെ ചരിത്രത്തെ മാറ്റുന്ന ദൈവിക നിയോഗങ്ങൾ വെളിപ്പെടുകയാണ്. ചിലരുടെ ശിരസിന്മേൽ കൈവച്ച് ഈ പകൽ ദൂത് പറയണമെന്നുണ്ട്. പക്ഷെ ദൈവാത്മാവിനോട് കൃത്യമായി പറയുന്നു, ചില സാത്താന്യ അടിമതുകങ്ങളെ പൊളിച്ചിട്ട് ഞാൻ ചിലവിനെ പുറത്തു കൊണ്ടുവരികയാ. ചിലവിനെ ഞാൻ പുറത്തു കൊണ്ടുവരികയാ. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് ഞാൻ നിനക്കും നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് ചില വാഗ്ദത്തത്തിന്റെ കനാനിലേക്ക്, ചില വാഗ്ദത്തത്തിന്റെ നിയോഗത്തിലേക്ക് മറച്ചു കളയുന്ന ചില ഇരുട്ടിന്റെ പദ്ധതികള് വെട്ടിമാറ്റിയിട്ട് ഈ 2025 ദൈവസഭയെ നോക്കി ദൈവം പ്രവചിക്കുക. ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ, ബുദ്ധി കൊണ്ട് നിരയ്ക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിന്റെ പദ്ധതികൾ ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ ഈ പകൽ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുത്തോ. ശുശ്രൂഷകരെ അധികകാലമിന്റെ ശുശ്രൂഷയെ തടഞ്ഞു വയ്ക്കാൻ കഴിയത്തില്ല. ദൈവദാസനെ അധികകാലമിനെ ഒതുക്കാൻ കഴിയില്ല. ദൈവദാസയെ അധികകാലമിനെ രോഗിയാക്കി ബന്ധിക്കാൻ കഴിയില്ല. തലമുറകളെ അധികകാലം നിന്റെ വിദ്യാഭ്യാസത്തെ ചരാറുകൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ ചുറ്റിക്കാൻ കഴിയില്ല. നീ പുറത്തു വരുന്നൊരു സീസണുണ്ട്. നീ പുറത്തു വരുന്നൊരു കാലഘട്ടമുണ്ട്. അമ്മ പകൽ ഈ ദൈവിക ദൂത് ഇന്ന് പകൽ വിശ്വസിച്ച നിന്റെ ജീവിതത്തിനകത്ത് ഉഴച്ചിലുകൾക്കകത്ത് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവിക
പ്രാപിക്കുക. ആരും മൗനമായിരിക്കരുത്. കരമടിച്ച് വായികളെ തുറമ ഈ പകൽ പ്രാപിക്കട്ടെ ദൈവശക്തി പ്രാപിക്കട്ടെ. ഓ സുവിശേഷത്തിന്റെ ശക്തി ചില ദുർഭൂത മണ്ഡലങ്ങളെ തച്ചുടച്ച്, ചില നാമധേയ മണ്ഡലങ്ങളെ തച്ചുടച്ച്, ചില വ്യാപീയ കോട്ടകളെ തച്ചുടച്ച് ഈ പകൽ വലിയ വിടുതലുകൾ. ഓ റിഖാമാന ധാരാചാലൈഖൈമീനെ അടഗജാദരംശരാദ ലഖബാര കോശകേര വാലഗടഗ തുരിഖമനദ യാൽകേ റമണ്ണേ റിഥേലേ റിഖശോ റിഖഥ റിഖഥോ റിമനെ ശാരഥേ റിഖഥ റിഖലോ അൽഥലേ ശാരഥേ റിഖന്ധാര ദീഗമാന ധീരബലക്ഷര ഘടകപരാദല ഘടകംധാര ധരവക്ഷബരകബൈരി ഗലഘടകജുരാദല ഘടകധരാദല ഘടകംധാര ജീരബലധര ഘടകപരാദല ഘടകധരാദല ഘടക. ഓ റികാരകൽഖബ. ഇന്ന് പകൽ ഒരു സൈന്യം എഴുന്നേൽക്കുകയാണ്. ഒരു അടിമനുഖം പൊള്ളിക്കത്തില്ലെന്ന്, ഇത് വിട്ടൊരു ജീവിതമില്ലെന്ന്, ഇനിയൊരു ശുശ്രൂഷയില്ലെന്ന്, ഇനിയൊരു ഭാവിയില്ലെന്ന്, ഒരു ഉയർച്ചയില്ലെന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന ചിലവിൻ്റെ അടിവേരുകളെ പിഴുതുമാക്കി അഭിഷേകമുള്ള മോശമാ. ഓ റിഗന്ധരാറകൾ ഖബ. ദൈവിക നിയോഗത്തിന്റെ വടിയുമാ. ഓ ശഖാമനാരഥേ. ചില അടിമത്വത്തിന്റെ മിശ്രമിൽ നിന്ന് ചിലവിനെ പുറത്തു കൊണ്ടുവരുക. ചിലവിന്റെ മേൽ ദൈവിക നിയോഗത്തെ കൈമാറാ. ചിലവിന്റെ മേൽ ആത്മാവിന്റെ ഇരട്ടിപ്പുകൾ കൈമാറാ. റിഗന്ധരാറകൾ ഖബ. ഈ പകൽ ചില മോശമാര് ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ദൈവം ഇന്ന് പകൽ അന്വേഷിക്കുകയാണ്. കൃപ ശരാദല ഘടക റിഗന്ധരാറകൾ ഖബ. ഓ ശബാരബല ഘടക റിഗന്ധരാറകൾ ഖബ. അർയന്ധേരകൾ ഖബ. 400 വർഷത്തെ അടിമവാസം. ഇന്ന് പകൽക്കാലം പ്രിയരെ, നിന്റെ വിഷയം എത്ര പഴക്കമുള്ളതാണേലും, നിന്റെ വീട്ടിൻ്റെ അകത്തുള്ള പ്രതിസന്ധി എത്ര പഴക്കമുള്ളതാണേലും, ചില കൂടാരങ്ങൾക്കകത്തുള്ള പ്രതിസന്ധികൾ തലമുറയോളമുള്ളതാണ്. ഇന്ന് പകൽക്കാലം തലമുറയായി കൈമാറി വരുന്ന അടിമനുഖമാണേലും, തലമുറയായി കൈമാറി വരുന്ന രോഗമാണേലും, തലമുറയായി കൈമാറി വരുന്ന ശാപമാണേലും, ഇന്ന് പകൽ ദൈവാത്മാവ് കൈമാറുക. ചിലതിനെ ബ്രേക്ക് ചെയ്ത് എഴുന്നേൽക്കുന്നൊരു തലമുറ ഈ പട്ടണത്തിനകത്ത് എഴുന്നേറ്റ് വരികയാ. ഈ പകൽ പട്ടണത്തിനകത്ത് എഴുന്നേറ്റ് വരികയാ. വിശ്വാസമുണ്ടെങ്കിൽ ചില പാരമ്പര്യത്തിൻ്റെ വേരുകളെ ആത്മാവിൽ പിഴുത് കടലിൽ എറിഞ്ഞു കളഞ്ഞിട്ട് ആത്മാവിൽ വേരു നീ പകലൊന്ന് വളര്. ഇതുവരെയും വളർന്നിട്ടില്ലാത്ത രീതിയിൽ എൻ്റെ ദൈവം നിന്നെ വളർത്തും. What a mighty Lord. 400 വർഷം 1-2 വല്ല 10ഓളം തലമുറകൾ കൊതിച്ച ഒരു പ്രാർത്ഥനയുടെ മറുപടി. എന്തേത്? കൊതിച്ച ഒരു പ്രാർത്ഥനയുടെ മറുപടി. എന്നെ കേൾക്കുന്ന ആരെങ്കിലും കേൾക്കാൻ കൊതിച്ച ഒരു പ്രാർത്ഥനയുടെ മറുപടി ഹൃദയത്തിൻ്റെ എവിടെയൊക്കെ മറച്ചു പിടിച്ച് കണ്ണുനീരിനെ തുടച്ചു ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു മറുപടി ദൈവം തന്നിരുന്നെങ്കിൽ
എൻ്റെ കുടുംബത്തിനകത്ത് അങ്ങനെ ഒരു മറുപടി തന്നിരുന്നെങ്കിൽ, എൻ്റെ ഭാവിയിൽ അങ്ങനെ ഒരു മറുപടി തന്നിരുന്നെങ്കിൽ. ഒത്തിരി ഞെരുങ്ങിയപ്പ, ഒത്തിരി കുത്തുവാക്ക് കേട്ടു, ഒത്തിരി അപമാനം കേട്ടു, ഒത്തിരി പഴി കേട്ടു. ഇനിയും എന്നെ വേദനിപ്പിക്കല്ലേ, എനിക്ക് താങ്ങാൻ കഴിയത്തില്ല എന്ന് പ്രാർത്ഥിക്കുന്ന ആരോ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ദൈവാത്മാവിൻ്റെ ഹൃദയത്തിനകത്തൊരു ബോധ്യം തരിക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നീ കാത് കൊണ്ട് കേൾക്കാൻ ഒത്തിരി കൊതിച്ച പ്രാർത്ഥനയുടെ മറുപടിയെ എൻ്റെ ദൈവം ഈ പകൽ നിന്റെ കരത്തിൽ തരികയാ. നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തി തരികയാ. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തി തരികയാ. നിന്റെ തലമുറയുടെ ഭാവിക്കകത്ത് ദൈവം വെളിപ്പെടുത്തി തരികയാ. എഴുതിയിട്ടോ, ഫെബ്രുവരി 9 ദൈവാത്മാവ് പ്രവചിക്കുക. നീ കേൾക്കാൻ കൊതിച്ച ആ പ്രാർത്ഥനയുടെ മറുപടി ഈ 2025 നിന്റെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടും, നിന്റെ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടും, നിന്റെ ആരോഗ്യത്തിൻ്റെ മേൽ വെളിപ്പെടും, നിന്റെ തലമുറകളുടെ മേൽ വെളിപ്പെടും. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ ഈ ദൂതിനോട് ആമേൻ പറഞ്ഞു സ്വീകരിക്കാം. Yes, Lord. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കൂടപ്പിറപ്പേ, നീ കേൾക്കാൻ കൊതിച്ച പ്രാർത്ഥനയുടെ മറുപടി ഈ പകൽ എൻ്റെ പണ്ട ദൂതനെ അയച്ച് നിന്നോട് കൈമാറുകയാ. ചില ഏഞ്ചലിക് വിസിറ്റേഷനുകൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ നിന്റെ മറുപടി അവിടെ കണക്കുന്നു. അവിടെ ദൈവിക ദൂതനിറങ്ങ്. ഈ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോ കാരാഗ്രഹത്തിൽ ദൂതനിറങ്ങിയപ്പോ പോലെ ഈ പകൽ നിന്റെ വിടുതൽ എവിടെ കിടക്കുമോ? പട്ടണങ്ങൾക്കപ്പുറം കെട്ടിമറിച്ചു വച്ച ദൈവിക പ്രൊവിഷനുകളെ ദൈവാത്മാവ് ഈ പകൽ റിലീസ് ചെയ്യുക. ഈ പകൽ ദൈവാത്മാവ് എന്തും അറിയില്ല, എന്നെ കാണിക്കുന്നു. ചില പേപ്പറുകൾ സീൽ ചെയ്യുന്നു, ചില പേപ്പറുകൾ ഈ പകൽ സീൽ ചെയ്യുക. ഞാൻ പ്രസംഗിക്കാൻ എടുത്ത വിഷയം വേറെയാ, പക്ഷെ ദൈവാത്മാവെന്നെ തിരിച്ചു വിടുക. ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് വലിയ ഡെലിവറൻസ് വെളിപ്പെടുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നീ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കോ. പിടിക്കാമെങ്കിൽ പിടിച്ചോ. എന്നോട് ദൈവാത്മാവ് പറയുന്നു, പിതാക്കന്മാർ പ്രാർത്ഥനയിൽ ആത്മാവിൽ ദൈവരാജ്യത്തിന് വേണ്ടി അരരാടിയ ചില നന്മയുടെ പ്രൊവിഷനുകളെ രാജ്യങ്ങൾക്കപ്പുറത്തുനിന്ന് പട്ടണങ്ങൾക്കപ്പുറത്തുനിന്ന് ചിലവിനെ കൊയ്തുകൊണ്ടുവരാ. ഈ പകൽ ചിലവിന്റെ ശിരസിന്റെ മേൽ അഭിഷേകത്തെ കൈമാറുക. ചിലവിന്റെ കരസിന്റെ മേൽ അഭിഷേകത്തെ കൈമാറുക. ഫിലമിന്റെ കാലുകള് മാൻപേയുടെ കാലുകൾക്ക് തുല്യമോ ഇന്ന് പകൽ സ്ട്രെങ്തൻ ചെയ്യുക. പ്രിയരേ, എൻ്റെ ദൈവം ചിലപ്പോൾ മൗനമാകും,
ദൈവത്തിൻ്റെ മൗനത നമ്മെ ഒത്തിരി വേദനിപ്പിക്കും. ഇസ്രായേൽ ജനത്തിനോട് ഏകദേശം 400 വർഷം ദൈവം മൗനമായിരുന്നു. കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ പ്രസംഗിച്ചൊരു ദൈവദാസൻ പറഞ്ഞു, മലാക്കി മുതൽ മത്തായി വരെ ഇരുണ്ട കാലഘട്ടം, ഏകദേശം 400 വർഷം ദൈവികമായി ഇടപെടലില്ലാത്ത ദൈവിക മൗനതയുടെ സമയം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവത്തിൻ്റെ സൈലൻസ് നമ്മളെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തും. ദൈവത്തിൻ്റെ മൗനത നമ്മെ ഒത്തിരി വേദനിപ്പിക്കും. പക്ഷെ സ്നേഹത്തോടെ ഞാൻ പറയാം, ദൈവം മൗനമാണെന്ന് നിനക്ക് തോന്നും, മറുപുറത്ത് ദൈവം നിനക്ക് വേണ്ടി വഴിവെട്ടി തെളിക്കുക, നിനക്ക് വേണ്ടി വഴിവെട്ടി തെളിക്കുക. നിന്റെ പിതാക്കന്മാരും നീയും കേട്ട വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി നീ പോലും അറിയാതെ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിലുള്ള ഒരു ദൈവിക പദ്ധതി ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ഈ പകൽ ദൈവാത്മാവ് വ്യക്തമായി ദൈവസഭയോട് ആത്മാവ് പ്രവചിക്കുക. ദൈവസഭയെ ഈ പട്ടണത്തിൽ നിന്നെ വളർത്ത ഉള്ളൊരു ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ മറുകരയിൽ ദൈവം ചെയ്യുമെന്ന്. ദൈവത്തിൻ്റെ പ്രവർത്തികൾ വൈകുമ്പോൾ, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ വൈകുമ്പോൾ, ദൈവം മൗനമായിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഒത്തിരി വേദനപ്പെടാറുണ്ട്, നമ്മൾ ഒത്തിരി കരയാറുണ്ട്. കർത്താവേ, നീ എന്നെ കൈവിട്ടുവോ? നീ കാണുന്നില്ലേ? എനിക്ക് വരെ സംസാരിക്കുന്നത്, എനിക്ക് വരെ വിരൽ ചൂണ്ടുന്നത്, എനിക്ക് വരെ കുത്തുവാക്ക് പറയുന്നത്, എന്നെ ചോദ്യ ചിഹ്നങ്ങളുടെ നടുവിൽ ഒറ്റക്കാക്കിയിട്ട് നീ മാറിപ്പോയോ എന്നൊക്കെ ചോദിക്കുന്ന ചില സമയങ്ങൾ വെളിപ്പെടും. ഒരു മറുപടിയും പറയാൻ കാണില്ല. ഒരു മറുപടിയും പറയാൻ കാണില്ല. എന്ത് പറയണമെന്നറിയാൻ കഴിയാത്ത ചില രാത്രികൾ, ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 400 വർഷത്തെ അടിമവാസം താങ്ങാൻ കഴിയുമോ? ദൈവശബ്ദം കേട്ടിറങ്ങിയവർ, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ബലത്തിൽ ചലിച്ചു വന്നവർ, പിതാക്കന്മാരെല്ലാം മൺമറഞ്ഞു, അവരുടെ നന്മകളെല്ലാം മൺമറഞ്ഞു. അവരിന്നും അടിമകളായി വിചാരകന്മാരാലുള്ള അടിമത്വത്തിനകത്ത് നീറ് ജീവിക്കുക. ഈ പകൽ അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? 100 ചോദ്യങ്ങളുടെ നടുവിൽ ഒറ്റപ്പെട്ടു പോയി ആരെങ്കിലും, മാമയെ വാ തുറന്നൊരു മറുപടി പറയാൻ പോലും ഇല്ലാത്ത ശൂന്യത അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ദൈവാത്മാവിനോട് പറയുക, ദൈവം മൗനമായതേ, നീ അറിയാത്തൊരു വഴി നിനക്ക് വേണ്ടി എൻ്റെ ദൈവം വെട്ടുന്നുണ്ട്. നീ അറിയാത്തൊരു വഴി ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്ന് പകൽ ആരെയൊക്കെ തൊട്ട് ദൈവം ദൂത് കൈമാറുക. ഒരുങ്ങിക്കോ, ഒരുങ്ങിക്കോ. ദൈവത്തിൻ്റെ മൗനത വെടിയാൻ സമയമായി. ദൈവത്തിൻ്റെ മൗനത വെടിഞ്ഞ് നിന്റെ കൂടാരത്തിനകത്ത് വാഗ്ദത്ത നിവർത്തിയുടെ ചില ആരംഭങ്ങൾ കിളിർത്തു വരാൻ സമയമായി. ഒരു വിത്ത് മുള പൊട്ടി ഒരു വൃക്ഷത്തിൻ്റെ തൈ മുളച്ചു പൊങ്ങുന്നത് പോലെ ചില വാഗ്ദത്ത നിവർത്തിയുടെ മുള പൊട്ടലുകൾ നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത് വെളിപ്പെടാൻ സമയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മൗനത നമ്മെ ഒത്തിരി വേദനിപ്പിക്കും. അതുകൊണ്ടാണ് ഭക്തന്മാർ ഇങ്ങനെ പറഞ്ഞത്, മറവിടാമ എനിക്ക് യേശുണ്ട്, മറച്ചിടുമവൻ എന്നെ മറന്നിടാ. ഓ
മാറാതെ. ഹല്ലേലൂയ. മാറാതെ നമ്മുടെ ദൈവം നമ്മുടെ അരികിലുണ്ട്. പക്ഷെ അരികിലുള്ളവൻ ചിലപ്പോഴൊക്കെ മൗനമാകും. പുത്രൻ പിതാവിനോട് പറയുക, കർത്താവേ, കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്താ, കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്താ. അവിടെ പിതാവായ ദൈവം പുത്രന്റെ വാക്കിന് മുൻപിൽ മൗനമായി. ഇന്ന് പകൽ സ്നേഹത്തോടെ ദൈവാത്മാവൻ്റെ ഹൃദയത്തിൽ തന്നൊരു ദൂത് ഞാൻ കൈമാറാം. 400 വർഷത്തെ മൗനത എൻ്റെ ദൈവം വെടിഞ്ഞു. 400 വർഷത്തെ മൗനത എൻ്റെ ദൈവം വെടിഞ്ഞു. മൗനത വെടിഞ്ഞത് ഒരുവൻ്റെ മുൻപിൽ സാക്ഷാലുടയവൻ തേജസ്സിലിറങ്ങി വരികയാണ്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ദൈവം നിന്റെ ജീവിതത്തിനുള്ള മൗനത വെടിഞ്ഞാൽ ഇതുവരെയും വെളിപ്പെടാത്ത ദൈവിക തേജസ് നിന്റെ മുൻപിൽ വെളിപ്പെടും. ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലാത്ത ആത്മസാന്നിധ്യം നിന്റെ മുൻപിൽ വെളിപ്പെടും. വചനം കൃത്യമായി പറയുന്നു. ആമേൻ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വേഗത്തിൽ ഞാൻ തൊട്ടുവിടുകയാണ്. വചനം ഇങ്ങനെ പറയുകയാണ്. ആമേൻ. മുൾപ്പടർപ്പിനകത്ത് മോശയോട് ദൈവം ഇറങ്ങി വന്നിടപെടുകയാണ്. എന്തേ? 400 വർഷത്തിൻ്റെ അടിമമുഖം പൊളിക്കുക എൻ്റെ ദൈവം ഒരുവനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ആ ഏലിയാവിൻ്റെ വിശപ്പ് മാറ്റാൻ എൻ്റെ ദൈവം ഒരു കാക്കയെ തിരഞ്ഞെടുത്തു. ഹലോ, ഇന്ന് പകലിലും എൻ്റെ ദൈവം നിനക്കുള്ള വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി ചിലരെ ഒരുക്കിയിട്ടുണ്ട്. നിനക്ക് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കൊണ്ടുപോകാൻ ചില വഴികളായി ചിലരെ ദൈവം വെട്ടിത്തെളിച്ചു വച്ചിട്ടുണ്ട്. എന്നോട് ദൈവാത്മാവ് പറയുക, അർഹതയില്ലാത്ത ചില ബന്ധങ്ങൾ നിന്റെ കൂടാരത്തിനകത്ത് ദൈവം കണക്ട് ചെയ്യാൻ പോകുക. നിന്റെ ഭാവിക്കകത്ത് ദൈവം കണക്ട് ചെയ്യാൻ പോകുക. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവദാസന്മാരെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം കണക്ട് ചെയ്യാൻ പോകുക. ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ചില നന്മയുടെ ദൈവിക കരുതലുകൾ. ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തെന്നറിയില്ല, അർഹതയില്ലാത്ത ഫേവറുകൾ പട്ടണങ്ങൾ നിന്ന് ചില വ്യക്തികൾ ഓടി കയറുന്നൊരു വെളിപ്പാട് ദൈവാത്മാവനെ കാണിക്കുകയാണ്. ദൈവാത്മാവനെ കൃത്യമായി കാണിക്കുന്നു. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ചു വായ്കളെ തുറന്ന് അപരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തിനൊരു ആരാധന കൊടുത്താട്ട് ഈ പകൽ ദൈവാത്മാവ് കൃത്യമായി ആത്മാവൊരു ദൂത് കൈമാറുകയാ. ഇതുവരെയും നിന്റെ ജീവിതത്തിനകത്ത് മറഞ്ഞു കിടന്ന നിന്റെ ജീവിതത്തെ, നിന്റെ ഭാവിയെ കരമടിക്കുമെങ്കിൽ മമ്മ, അന്യഭാഷ പറയുമെങ്കിൽ മമ്മ, ഈ പകൽ വിശ്വസിക്കുക. ദൈവചിലവിനെ എഴുന്നേൽപ്പിക്കുക. കൂടപ്പിറപ്പെ നിനക്ക് വേണ്ടി ദൈവചിലവിനെ എഴുന്നേൽപ്പിക്കുക. ചില മത്സ്യത്തിന്റെ വയറ്റിനകത്ത് പോലും ദൈവം കരുതും. കാക്കയെ അയച്ചു നിന്നെ പോഷിപ്പിക്കും. ആരാ പറഞ്ഞ് ഈ തലമുറയിൽ അത് സംഭവിക്കത്തില്ലമ്മ. ഈ തലമുറയിലും അത് സംഭവിക്കാം. ചുരവച്ചവരന്തര ഘടകപരാതല ഘടക ഈ പകലെമ്പം അറിയില്ല കേട്ടോ. അസാധാരണമായൊരു മൂവ് ഇതിനകത്ത് ചലിക്കുന്നു. ഇതൊരു കേവലം ഒരു ഞായറാഴ്ച സമാരാപന മാത്രമല്ല, ഇതൊരു ഡെലിവറൻസ് മീറ്റിംഗ് ആയി മാറുക. ചിലവിന്റെ കെട്ടുപൊട്ടിച്ച് ദൈവം പുറത്തെടുക്കുക. ചിലവിന്റെ മേൽ ദൈവത്തിന്റെ നിയോഗത്തോട് ചിലവിനെ ദൈവാത്മാവ് ചേർക്കുകയാണ്. ഈ പകൽ അർഹതയില്ലാത്ത ചിലവ് ദൈവാത്മാവ് നിന്റെ ജീവിതത്തിനകത്ത്
Sharabana. Oh, what a mighty presence, what a mighty presence, what a mighty presence. Oh, Sharabana Thudi Kamoshake Mine Tere Thidi Dida Dada Talada Lamchavara Thara 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 ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ ഈ പകൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിനകത്തിനും ആരാധിക്കാൻ കഴിയുമെങ്കിൽ അന്യഭാഷകളിൽ ഒന്ന് ആരാധിച്ചു തുടങ്ങ്. നിന്റെ ശരീരത്തെ കെട്ടിയ കെട്ടിനെ ഈ പകൽ ദൈവാത്മാവ് പൊട്ടിച്ചു മാറ്റി ചില വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി ദൈവം ചിലവിനെ കണക്ട് ചെയ്യുക, ദൈവ ചിലവിനെ കണക്ട് ചെയ്യുക. ഈ പകൽ അർഹതയില്ലാത്ത ചുരവച്ചവരം ദരഘടകപരാധല ഘടകധരാജലഘടകം ധുരബല ചരഘടകപരാധല ശരാധരാധരി ഖമാന ധാര ധാര ധാരം ധാര അർത്ഥലഘടകരാധലഘടകം ധാരം ധാരം ധീരം ധാരം ധീരമനച്ച് അടകധരാധലു ഘടകധുരാധല ഘടകം ധരക ചെക്കൻ ധേരം ധാരം ധാര അർത്ഥാലീഖം ശൂരോധൂലാചാര ധീരമാന ധല ഘടകധുരാധല 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 ഘടകം ധേരമനച്ച. കൃപ 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 അധികമായി വ്യാപരിക്കട്ടെ, അധികമായി വ്യാപരിക്കട്ടെ. രക്തത്താലും വചനത്താലും ഞങ്ങൾ ജയമേറ്റെടുക്കുകയാണ്. രക്തത്താലും വചനത്താലും ജയം വ്യാപരിക്കട്ടെ. റിഖമനവരഘടക എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചില വ്യക്തികൾ എഴുന്നേറ്റ് വരും, ചില വ്യക്തികൾ എഴുന്നേറ്റ് വരും. നീ ആരെന്നറിയാത്ത, നിനക്കാരെന്നറിയാത്ത ചില വ്യക്തികൾ എഴുന്നേറ്റ് വരും. നിന്റെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ദൈവം നിന്നെ കരം താങ്ങി എഴുന്നേൽപ്പിക്കാൻ ചില വ്യക്തികളെ ദൈവാത്മാവ് അയക്കും. അയക്കും കേട്ടോ, അയക്കും 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 കേട്ടോ, അയക്കും. ഈ പകൽ നിന്റെ ജീവിതത്തിൻ്റെ സ്ഥിതികളെ മാറ്റുന്ന വലിയൊരു ദൈവിക നിയോഗങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും കേട്ടോ. എന്നോട് കൃത്യമായി ദൈവാത്മാവ് എഴുതിയിടാൻ പറയുന്നു. റിഗന്ധരാറികൾക്ക് ദൈവസഭയ്ക്ക് വേണ്ടി ചില വ്യക്തികളെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുക, ചില ശക്തന്മാരെ എഴുന്നേൽപ്പിക്കുക, ചില വിദ്യാസമ്പന്നന്മാരെ എഴുന്നേൽപ്പിക്കുക. ചിലർ ഈ നാളുകളിൽ സ്നാനജലത്തിൽ ഇറങ്ങത്തക്ക നിലവാരത്തിൽ ഒരു ദൈവത്തിൻ്റെ വലിയൊരു പ്രവർത്തിയുടെ കര ഈ പട്ടണത്തിൻ്റെ നടുവിൽ ദൈവാത്മാവ് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പകൽ കരം അടിച്ചു വായ്കളെ തുറന്ന് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ. ഒരു വ്യക്തി ദൈവം എഴുന്നേൽപ്പിച്ചാൽ മതി, 30 ലക്ഷത്തിന് വിടില്ല. ഹലോ, ഒന്ന് പുറത്തു വന്നാൽ മതി, 30 ലക്ഷത്തിന് വിടുതല. ശരബനഘടകധരാരകൽക്കവ. ഇന്ന് പകലൊന്ന് പ്രാർത്ഥിക്കാമോ? നമ്മുടെ ആലയത്തിനകത്തൊന്ന് ശക്തന്മാരായ ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ. ഓ, വിശ്വാസികളല്ല, ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ. ഒരു സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, വളർച്ചയുടെ ഏറ്റവും വലിയ പടി എന്ന് പറയുന്നത് അനേകർ സ്നാനജലത്തിലിറങ്ങുന്നത് മാത്രമല്ല, അടുത്തൊരു തലമുണ്ട് അനേകർ ദൈവവേലയ്ക്ക് സമർപ്പിക്കുന്നതാണ്. ഇന്ന് പകൽ ഞാൻ കൊതിക്കുന്നു, ഒരു മോശയ്ക്കുണ്ടായ എൻകൗണ്ടറിനകത്ത് അടിമനുഖത്തിൽ കിടന്ന 35 ലക്ഷത്തെ പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഈ റിവൈവൽ സെന്ററിനകത്തുനിന്ന് ആയിരക്കണക്കിന് ശുശ്രൂഷകന്മാർ എഴുന്നേറ്റു വരട്ടെ. ഭാരതത്തെ പിടിച്ചു കുലുക്കുന്ന മിഷണറിമാർ ദൈവരാജ്യത്തിന്റെ മാറ്റൊലിയെ രാജ്യങ്ങൾക്കപ്പുറത്ത് സഞ്ചരിച്ചു കൈമാറാ ആത്മാവിൽ ശക്തിയുള്ള ചില അപ്പോസ്തലന്മാർ എഴുന്നേറ്റു വരട്ടെ. എന്നോട് ദൈവാത്മാവ് അങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു. ഈ സഭ ഒരു മിഷണറി സഭയായി മാറുകയാ. അനേകരെ അഭിഷേകം ചെയ്ത് ക്രിസ്തുവിന്റെ വയലിലേക്ക് അയക്കുന്ന അനേകരെ, വിവിധ ഭാഷക്കാരെ, വിവിധ രാജ്യക്കാരെ, വിവിധ ജാതിക്കാരെ ആത്മാവിന്റെ സാന്നിധ്യത്തിലേക്ക്, സത്യ
നടത്തിയ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. നിന്നെ ഇവിടുന്ന് ഓട്ടിച്ചു കളയുമെന്ന്? ആരാ പറഞ്ഞു നിന്നെ ഇവിടുന്ന് പറിച്ചു മാറ്റുമെന്ന്? ഈ പകൽ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ശക്തന്മാർ എഴുന്നേറ്റ് വരുന്നു. ലൈവിലൂടെ എന്നെ കാണുന്ന സഹോദരങ്ങളെ, നിന്റെ കൂടാരത്തിനകത്തുനിന്ന് വഴിവിടച്ചു പോയ ചില തലമുറകളെ എൻ്റെ ദൈവം മടക്കിക്കൊണ്ടുവന്ന് ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം നിന്നെ ചിലവിനെ തിരഞ്ഞെടുക്കുക, ശക്തന്മാരായ വർഷിപ്പ് ലീഡേഴ്സ്, ശക്തന്മാരായ പ്രവാചകന്മാർ, ശക്തന്മാരായ ദൈവിക നിയോഗമുള്ള തലമുറകൾ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എടാ, എൻ്റെ ദൈവത്തിന് ഒരുവനെ വേണമെങ്കിൽ, ഒരു തലമുറയെ പുറത്തെടുക്കണമെങ്കിൽ എൻ്റെ ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കും. എവിടെയാണോ സബ്മിഷൻ നടക്കുന്നത്, എവിടെയാണോ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ സറണ്ടർ ചെയ്യുന്നത്, അവിടെ ദൈവത്തിൻ്റെ ഹൃദയത്തെ ദൈവം തുറക്കും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുൻപാകെ ആരെല്ലാം താഴുമോ, ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് ആരെല്ലാം യെസ് പറയുമോ, അവിടെ മുൻപിൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ ദൈവം തുറക്കും. ദൈവത്തിൻ്റെ മിസ്റ്ററീസിനെ ദൈവം തുറക്കും. ആരും അനുഭവിക്കാത്ത ദൈവിക മിസ്റ്ററികൾ നിന്റെ മുൻപിൽ വെളിപ്പെട്ടു വരും. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദൈവമേ, ആയിരക്കണക്കിന് സഭകളമല്ല, ആയിരക്കണക്കിന് അഭിഷിക്തന്മാർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു അഭിഷിക്തന് 100 പേരെ നേടാൻ കഴിയും, കുറഞ്ഞത്. അമ്മേ, 100 അഭിഷിക്തന്മാരായ എഴുന്നേറ്റ് വന്നാൽ 10,000 നേടാൻ കഴിയും. ഇന്ന് പകൽ കൊതിക്കാമോ? തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് വിളിയുള്ള ചിലത് ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ശക്തന്മാരായ ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് വരുമ്പോ 1000 ലക്ഷക്കണക്കിന് സുവിശേഷം കേട്ട് സ്നാനജലത്തിലിറങ്ങും നാളുകൾ വിദൂരമല്ല. ആത്മാവീ ദൈവസഭയോട് ഈ പകൽ പ്രവചിക്കുക. മകളെ, ദൈവദാസന്മാരെ, ഏറ്റവും നല്ല വിടുതൽ എന്തെന്നറിയാമോ? ഏറ്റവും വലിയ ഡെലിവറൻസ് എന്തെന്നറിയാമോ? ദൈവം നമ്മെ ദൈവിക പദ്ധതിയിലേക്ക് വിളിക്കുമ്പോൾ അതിന് നോ പറയാതെ ഒരു പൊട്ടനെ പോലെ സമർപ്പിക്കുന്നതാണ് ഒരു ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ വിടുതൽ. ആ സമർപ്പണം വലിയ വിടുതലിനെ കൊണ്ടുവരും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 400 വർഷം ഒരുപോലെ തലമുറകൾ പ്രാർത്ഥിച്ചു, ഉഴന്നു. ഒരു വിചാരകന്മാരാലുള്ള പീഡ സഹിക്കാൻ വഴി അവൻ ഞെരങ്ങി, വേദനിച്ചു. അവിടെയൊന്നും ഒരുവന്റെ മുൻപിലും ദൈവം ഇറങ്ങി വന്നില്ല. ഒരുവനും ദൈവശബ്ദം കേട്ടില്ല. ഒരുവനും ദൈവത്തിൻ്റെ ശബ്ദത്തോട് പ്രതികരിക്കാൻ ദൈവശബ്ദം അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഒരു മോശയുടെ മുൻപിൽ മുൾപടർപ്പിൽ തേജോമയനായ കർത്താവ് ഇറങ്ങി വന്ന് മോശയോട് പറയുക, മോശേ, ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടത കണ്ടു. ഊര്യ വിചാരകന്മാരാലുള്ള അവരുടെ സങ്കടം, അവരുടെ നിലവിളി ഞാൻ കേട്ടുമിരിക്കുക.
ആ വാക്യം ഒന്ന് സ്ക്രീനിലിടാമോ? പുറപ്പാട് 3:9. അവിടെ ആ പദം എൻ്റെ ഹൃദയത്തെ ഒത്തിരി ചലിപ്പിച്ചൊരു പദമുണ്ട്. ആ ഒരു പദത്തിനകത്ത് വലിയൊരു ദൈവത്തിൻ്റെ പ്രസൻസ് അതിനകത്തുണ്ട്. ശക്തമായൊരു ദൂത അവിടെ കിടപ്പുണ്ട്. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. എപ്പോഴാ എത്തിയേ? 400 വർഷം പ്രാർത്ഥിച്ചിട്ട് എത്തിയില്ലെന്ന്. 400 വർഷം 10 തലമുറകൾ കരഞ്ഞിട്ട് എത്തിയില്ലെന്ന്. എപ്പോഴാ ദൈവം എത്തിയെന്ന് പറഞ്ഞത്? ഒരു മോശ ദൈവത്തിൻ്റെ വിളിയോട് പ്രതികരിച്ചപ്പോൾ, ഒരു മോശയുടെ മുൻപിൽ ഇറങ്ങി വന്ന ദൈവ തേജസ്സിനോട് അവൻ മറുത്തു പറയാതെ പിതാക്കന്മാരോട് സത്യം ചെയ്ത കനാനിലേക്ക് എനിക്കെൻ്റെ ജനത്തെ കൊണ്ടുപോകാൻ ഒരുവനെ വേണമെന്ന് എൻ്റെ ദൈവം പറഞ്ഞപ്പോൾ അവൻ സമർപ്പിക്കുക. അവനോട് പറയുക, ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. ഇന്ന് പകൽ വിഷയത്തിന് മറുപടി വേണോ? പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി വേണോ? നീ കരഞ്ഞും മുട്ടിട്ടടഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. ഞാൻ എപ്പോഴും കൺവെൻഷൻ വേദികളിൽ പറയും, ഖജനാവെടി വച്ചത് കൊണ്ടോ, മെഴുകുതിരി കത്തിച്ചത് കൊണ്ടോ, കുരിശു ചുമന്നത് കൊണ്ടോ, വീണും എഴുന്നേറ്റും മുട്ടുപൊട്ടിച്ച് നടന്നത് കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. കാര്യം നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വിളിയോട് നീ പ്രതികരിക്കുന്നവനായി മാറണം. ദൈവം വിളിക്കുന്ന വിളിയോട് നീ പ്രതികരിക്കുന്നവനായി മാറണം. ഇന്ന് പകൽ ഈ ദൈവവചനത്തിനോട് നീ പ്രതികരിച്ച്, അടിയനിത കർത്താവേ, നീ അങ്ങ് പറയുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ, എൻ്റെ സാഹചര്യങ്ങളെ ഞാൻ ക്രമീകരിക്കാമെന്ന് ഒറ്റ തീരുമാനം ദൈവം അടുത്ത് പറയുക. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തി. ഇന്ന് പകൽ നിന്റെ നിലവിളി അങ്ങെത്തണോ? ഒറ്റ തീരുമാനം വേണം. ദൈവമേ, നീ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്. നീ എന്നോട് പറയുന്നത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അങ്ങയുടെ പദ്ധതിക്കകത്ത് I want to be a co-worker. ദൈവത്തിൻ്റെ വേലയോട് കൂടെ, ദൈവിക പദ്ധതിയോട് കൂടെ കൂട്ടുവേലക്കാരനാകാൻ, പൗലോസിൻ്റെ ഭാഷയിൽ പുതുനിയമ ശുശ്രൂഷകരെ വിളിക്കുന്ന പദം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ വേലയുടെ കൂട്ടുവേലക്കാർ. ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവിക പദ്ധതിയുടെ കൂട്ട് വേലക്കാർ, മനുഷ്യന്റെ വേലക്കാരല്ല. You are a co-worker of God. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. ഇന്ന് പകൽ മോശയെ വിളിച്ചത് ദൈവത്തിൻ്റെ പദ്ധതി ഭൂമിയിൽ മോശയിലൂടെ ചെയ്യാൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് മോശയെ വേണ്ട. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ഏലിയാവിനെ വേണ്ട. ഈ കാലഘട്ടത്തിന് ദൈവത്തിന് ദാവീദിനെയോ യോശുവയോ വേണ്ട. ഈ കാലഘട്ടത്തിന് ദൈവത്തിന് യാഗപീഠം പണിയാൻ അബ്രഹാമിനെ വേണ്ട. ഈ കാലഘട്ടത്തിന് യാക്കോബിനെയോ ഇസ്ഹാക്കിനെയോ യോസേഫിനെ വേണ്ട. പിന്നെ ആരെ വേണം? ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് നമ്മെ വേണം. ദൈവത്തിന് നമ്മെ വേണം. ദൈവത്തിന് ഇന്ന് നമ്മെ വേണ്ടായിരുന്നെങ്കിൽ നാം ജനിക്കത്തില്ലായിരുന്നു. മോശയെ വേണമായിരുന്നെങ്കിൽ മോശ ഈ കാലഘട്ടത്തിൽ ജനിക്കുമായിരുന്നു. അവർക്ക് കൊടുത്ത ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് നമ്മുടെ മുൻപിൽ വച്ച ഓട്ടം സ്ഥിരതയോടെ അവർ ഓടിക്കയറി നിത്യ കനാന്റെ വൻകരയുടെ സൈഡിൽ അവർ നമ്മെ നോക്കി നിൽക്കുമ്പോൾ, ഈ തലമുറയിൽ ദൈവത്തിന് നമ്മെ വേണം. ആർക്കും വേണ്ടാതിരുന്ന നമ്മെ തേടി വന്ന സ്നേഹത്തിന് നമ്മെ വേണം. എന്തിനു വേണ്ടി എന്നറിയാമോ? ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ കൈമാറാൻ, ദൈവത്തിൻ്റെ നന്മകളെ കൈമാറാൻ,
നിന്നിലൂടെ ഒരു തലമുറയെ പുറത്തു കൊണ്ടുവരാൻ, നിന്നിലൂടെ ഒരു രാജ്യത്തെ പുറത്തു കൊണ്ടുവരാൻ അവനെന്തു ചെയ്യണം? ട്രൈ ടു ബി ഒബീഡിയന്റ്. ദൈവസന്നിധിയിൽ അനുസരണമുള്ളവനായി മാറണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി മാറണം. ദൈവത്തിൻ്റെ വാക്കിനോട് ആമേൻ പറഞ്ഞ് പ്രതികരിക്കാൻ തയ്യാറാകണം. അങ്ങനെ നീ പ്രതികരിച്ചാൽ വചനം പറയുന്നു, ഇസ്രായേൽ മക്കളുടെ പ്രാർത്ഥന എൻ്റെ അടുക്കലെത്തി. ഈ പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഒത്തിരി ഒന്നും ഉപവാസം നീ ചെയ്യണ്ട. ഉപവസിക്കുന്നത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞ, ഉപവസിക്കണം. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നടക്കാനല്ല ഉപവാസം, വിശുദ്ധീകരിക്കപ്പെടാനാണ് ഉപവാസം. ദൈവത്തോടുള്ള വാസമാണ് ഉപവാസം. നമ്മൾ ഉപവസിക്കുന്നത് പൈസ കിട്ടാനാ, നമ്മൾ ഉപവസിക്കുന്നത് കടം മാറാനാ, നമ്മൾ ഉപവസിക്കുന്നത് തലമുറയ്ക്ക് UK വിസ അടിക്കാനാ, നമ്മൾ ഉപവസിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള നന്മയുടെ അളവ് വർദ്ധിക്കാനാ. നിങ്ങളെൻ്റെ കൂടെയുണ്ടോ? ഇതെല്ലാം മാനുഷികമാണ്. ഉപവാസമെന്ന് പറയുന്നത് ദൈവത്തോടടുക്കുന്നതാണ്. ഇതെല്ലാം ലഭിക്കും എപ്പോഴും അറിയാമോ? ദൈവത്തിൻ്റെ വിളിയോട് നാം പ്രതികരിക്കുമ്പോൾ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതിയോട് നമ്മൾ പ്രതികരിക്കപ്പെടുമ്പോൾ, ദൈവവചനം പറയുന്നു, നിന്റെ പ്രാർത്ഥന അവിടെ എത്തും, നിന്റെ പ്രാർത്ഥന അവിടെ എത്തും. ഒത്തിരി ഒന്നും കരയണ്ട. ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അതൊരിക്കലും ആർക്കും തടയാൻ കഴിയാത്ത രീതിയിൽ അവിടെ എത്തും. അവിടെ എത്തിയാൽ മറുപടി ഉറപ്പാ, മറുപടി ഉറപ്പാ. ഇന്ന് നീ ഇവിടെ ഇരുന്നൊരു തീരുമാനമെടുത്താൽ, ആത്മാവിൽ ഞാനൊരു ദൂത് പറയാം, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി അവിടെ എത്തും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ഉത്തരമരുളുന്നവനാണ്. പ്രാർത്ഥന അങ്ങെത്തിയാൽ ഉത്തരം ഇങ്ങെത്തും. നമ്മുടെ പ്രാർത്ഥനകൾ പലതും അങ്ങെത്തുന്നില്ല, നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലതും അങ്ങെത്തുന്നില്ല. അങ്ങെത്താത്തത് കൊണ്ടാണ് മറുപടി ഇങ്ങെത്താത്തത്. ഇന്ന് പകൽ മറുപടി എത്തണോ? പ്രാർത്ഥന അങ്ങെത്തണം. പ്രാർത്ഥന അങ്ങെത്തണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരായി മാറണം. ദൈവത്തിൻ്റെ വേലയോട് കൂറുള്ളവരായി മാറണം. ദൈവരാജ്യത്തിനു വേണ്ടി നിൽക്കാമെന്ന് തീരുമാനമുള്ളവരായി മാറണം. ഒരു മോശ അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ ഒരു തലമുറയെ പുറത്തെടുക്കാനുള്ള മറുപടിയുടെ കരത്തെ എൻ്റെ ദൈവം മോശയുടെ കരത്തിൽ കൈമാറി. ഹല്ലേലൂയ. ഈ തലമുറയിൽ പ്രാർത്ഥന അങ്ങെത്തണമെങ്കിൽ ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിക്കണം. ദൈവത്തിൻ്റെ മുൻപാകെ നീ സമർപ്പിക്കപ്പെട്ടാൽ പ്രാർത്ഥനയുടെ മറുപടി വേഗത്തിലെത്തും. ഞാൻ കൊതിക്കുന്നു, വർഷങ്ങൾ പഴക്കമുള്ള പ്രാർത്ഥനയുടെ മറുപടി ഇന്നും അങ്ങെത്തിയിട്ടില്ല. പ്രാർത്ഥന അങ്ങെത്തിയിട്ടില്ല, എവിടെയോ ഒക്കെ തടയുന്നുണ്ട്. ദാനിയേലിനോട് ഒരിക്കൽ പറഞ്ഞു, ദാനിയേലേ, നീ പ്രാർത്ഥനയ്ക്കിരുന്നപ്പോൾ തന്നെ നിൻ്റെ പ്രാർത്ഥന അങ്ങെത്തി, ഞാൻ ഉത്തരവും ഇങ്ങ് അയച്ചു. അങ്ങോട്ട് പോകാൻ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോൾ ആരൊക്കെ അതിനെ തടഞ്ഞു. പാർസിയുടെ ശക്തികൾ അതിനെ തടഞ്ഞു. പക്ഷേ നിന്റെ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ കരത്തിൽ ആ മറുപടി തരാൻ ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ദൂതനെ അയച്ചു. പാർസിയുടെ ശക്തിയെ ഞാൻ വെട്ടിമാറ്റി. ആരോടൊക്കെ ദൈവാത്മാവ് ഇന്ന് പകൽ പ്രവചിക്കുക, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത ചില വിഷയങ്ങൾക്ക് ഇന്ന് പകൽ നീ തീരുമാനമെടുത്ത നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്ന ചില ദുരാത്മ മണ്ഡലങ്ങളെ വെട്ടിമാറ്റിയിട്ട് അവൻ്റെ മറുപടിയെ നിന്റെ കരത്തിൽ തരാ, നിന്റെ കണ്ണിൻ്റെ മുൻപിൽ നിരത്തി വയ്ക്കുക. ഞെരുക്കുന്ന ജലം ഇസ്രായേലിൽ നിന്ന് നിന്നെ അകറ്റിയെടുത്ത് ദൈവ തേജസ്സിനകത്ത് പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി തൂണായി നിന്നെ നടത്താ. എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ഈ പകൽ ആത്മാവിൽ ദൂത് കൈമാറിയ എത്ര പേർക്കത് സ്വീകരിക്കാൻ കഴിയോ? പ്രിയരേ,
പ്രിയരെ, ഒരുവൻ ദൈവത്തോട് അവന്റെ പദ്ധതിയോട് യെസ് പറഞ്ഞപ്പോൾ പ്രാർത്ഥന അങ്ങെത്തി, മറുപടി ഇങ്ങെത്തി. എൻ്റെ ദൈവം മറുപടി തന്നാൽ നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് ലോകം അറിയും. ഇന്ന് പകൽ വിശ്വസിക്കാമോ? ദൈവം നിനക്ക് പ്രാർത്ഥനയുടെ മറുപടി തന്നാൽ ദേശക്കാർ നിന്റെ ദൈവം ജീവനുള്ള ദൈവമെന്ന് അറിയാം. എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, യഹൂദന്മാരെ കുറിച്ചുള്ള ഭീതി ദേശത്ത് വീണതുകൊണ്ട് പലരും യഹൂദന്മാരായി തീർന്നു. ഇന്ന് പകൽ മറുപടി വെളിപ്പെടുമ്പോ ഈ ദേശം ഭയപ്പെടത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ മറുപടികൾ നിന്റെ കൂടാരത്തിന്റെ മേൽ വെളിപ്പെടാം. ആഴമായൊരു ദൂത് ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു വിടാം. നീ ദൈവത്തോടാമേൻ പറഞ്ഞ് ദൈവിക പദ്ധതിക്കകത്ത് കയറിയാൽ നിന്റെ ജനത്തിന്റെ പ്രാർത്ഥന അവിടെ എത്തും, മറുപടി ഇവിടെ എത്തും. എൻ്റെ ദൈവം മറുപടി അയച്ചത് എങ്ങനെയെന്ന് കേൾക്കണോ? മിസ്രയീമിൻ്റെ മണ്ണിൽ മോശയെ ദൈവം അയക്കുമ്പോൾ മോശയോട് പറഞ്ഞു, മോശയെ നിന്റെ വടി ഒരത്ഭുതത്തിൻ്റെ വടിയായി മാറും. ശ്രദ്ധിച്ചു കേൾക്കണം, നിന്ന് പ്രസംഗിക്കാൻ സമയമില്ല. ഞാൻ വേഗത്തിൽ ഒറ്റ പദത്തിൽ പറഞ്ഞ് നാം ആരാധിക്കാൻ പോവാ. കൃത്യമായി പറഞ്ഞാൽ 10 ബാധകൾ മിസ്രയീമിൽ വന്നു. ഹലോ, സർപ്പം മുതൽ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരികയാ. അതിനുശേഷം 10 ബാധകൾ മിസ്രയീമിൻ്റെ മണ്ണിൽ വെളിപ്പെടുകയാ. അവസാനം കടിഞ്ഞൂൽ സംഹാരം വരെ നിൽക്കുക. ആ 10 ബാധകൾക്ക് പിന്നിൽ ഒരാഴമേറിയ ദൈവിക മർമ്മമുണ്ട്. മിസ്രയീമിൽ വെളിപ്പെട്ട 10 ബാധകളിൽ പലതും അവർ ദൈവമെന്ന് ആരാധിച്ചിരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഫറവോൻ ആരാധിച്ചിരുന്ന നൈൽ, എൻ്റെ ദൈവം വെള്ളത്തെ രക്തമാക്കി. ഹലോ, ആ നൈലിനെ അവരാരാധിച്ചിരുന്നതാണ്. അത് മുഴുവൻ രക്തജലമാക്കി. അടുത്തു വചനം പറയുന്നു, പേന് അവരുടെ ദൈവമായിരുന്നു. ഹലോ, ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെട്ടപ്പോ കൊട്ടാരം മുതൽ ദേശം മുഴുവന് പേനുകൊണ്ട്, നായീച്ച കൊണ്ട്, ഹലോ അവിടം കൊണ്ടും തീർന്നില്ല, തവള കൊണ്ട്, ഇതെല്ലാം ഫറവോൻ മിസ്രയീമിലെ സകലരും ദൈവമെന്ന് ആരാധിച്ചിരുന്നവയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം മറുപടി നിനക്ക് തന്നാൽ ലോകത്തിൻ്റെ മുൻപിൽ ഏതാണ് സത്യദൈവമെന്ന് ദൈവം തെളിയിക്കും. ചില ഡ്യൂപ്ലിക്കേറ്റുകളെ ദൈവം പൊളിക്കും. സത്യദൈവത്തെ ഉയർത്താൻ സത്യദൈവത്തിന്റെ സാക്ഷിയായി ഈ തലമുറയിൽ നീ നിന്ന് ജീവനുള്ള ദൈവം നിന്നോട്, നിന്റെ കുടുംബത്തോടും നിന്റെ സഭയോട് കൂടെയുണ്ടെന്ന് ലോകരാജ്യങ്ങൾ അറിയും. അത് സംഭവിക്കണമെങ്കിൽ പ്രാർത്ഥന അങ്ങെത്തണമെങ്കിൽ നീ മുഴങ്കാലിൽ ദൈവിക പദ്ധതിക്ക് സമർപ്പിക്കണം. ഹല്ലേലൂയ. സമർപ്പിക്കാത്തടത്തോളം കാലം നമ്മളിങ്ങനെ കൊട്ടിയും പാടിയും ആരാധിച്ചും ഒക്കെ അങ്ങ് പോകത്തേ ഉള്ളൂ. ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ വരില്ല. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, അസ്ഥികളുടെ താഴ്വരയിൽ യെഹെസ്കേലിനെ പിടിച്ച ദൈവം നിർത്തുമ്പോൾ ഒരു കൂട്ടം അസ്ഥികൾ അവിടെ കിടക്കുകയാണ്. ഈ അസ്ഥികൾക്ക് ഒരു കാലത്ത് ആരോഗ്യമുണ്ടായിരുന്നു, ത്വക്കുണ്ടായിരുന്നു, ഞരമ്പുണ്ടായിരുന്നു, ഓർഗൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം മനുഷ്യരായിരുന്നു. ഇന്നെന്താ?
വെറും അസ്ഥികളാ എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ ജീവിച്ചിരുന്ന അനേകർ നാളെ ഇങ്ങനെയാകാൻ കഴിയുമെന്നും ഈ രീതിയിൽ ഉയരാൻ കഴിയുമെന്നും ഈ രീതിയിൽ വളരാൻ കഴിയുമെന്നും ഇത്ര വലിയ വളർച്ച എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നൊക്കെ നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞ ദിവാസ്വപ്നം കണ്ട് ജീവിച്ചിരുന്നവരാ ഇവരൊക്കെ. ഇവരെല്ലാം പാതി വഴിയിൽ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയി മരണമെന്ന 3 അക്ഷരം അവരെ ഈ ലോകത്ത് നിന്ന് അടർത്തി മാറ്റുമ്പോൾ അസ്ഥികളായി കിടക്കുക. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവം നമ്മെ വിളിച്ചത് വലിയ ദൈവ പദ്ധതിക്കാ. ഈ അസ്ഥികളെ പോലെ ജീവിതത്തിൽ ദൈവം വച്ച പദ്ധതി പ്രാപിച്ചെടുക്കാൻ കഴിയാതെ ഏതൊക്കെ ശവക്കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോകരുത്. നമ്മൾ ദൈവത്തോട് പറയണം, എൻ്റെ ശ്വാസം എന്നു നിലയ്ക്കുന്നു, അതിനു മുമ്പ് ദൈവം എന്നെക്കുറിച്ച് കണ്ട പദ്ധതി മുഴുവനും നിവർത്തിക്കണം. ഒരു തരി പോലും ബാക്കിയിടരുത്. പലരെയും കണ്ടിട്ടുണ്ട് നല്ല ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കേണ്ട പലത്. നമ്മൾ പറയാറില്ലേ, എന്ത് നന്നായിട്ട് ജീവിച്ചവരാ, എത്ര നല്ല കുടുംബമായിട്ട് ജീവിച്ചവരാ, എത്ര ഉയർച്ചയിൽ ജീവിച്ചവരാ, എല്ലാം തകർന്നു. പക്ഷെ പൗലോസ് പറയുന്നുണ്ട്, തിമോത്തിയോസേ, എൻ്റെ നിര്യാണകാലം അടുത്തു, എൻ്റെ നിര്യാണകാലം അടുത്തു. എൻ്റെ തലയറുക്കാനുള്ള ഈർച്ചവാൾ മൂർച്ച കൂട്ടുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. ഒരു ചക്രത്തിൽ ഒരു മുന്തിരി എങ്ങനെയാണോ മുന്തിരി ചക്കിനകത്ത് അത് കിടന്ന് കറങ്ങി അതിൽ നിന്ന് പാനീയം പുറത്തു വരുന്നത് പോലെ പറയുക, എൻ്റെ നിര്യാണകാലം അടുത്തു, ഞാനൊരു പാനീയയാഗമാകാൻ പോകുകയാ. നിര്യാണകാലത്തിന് മലയാളത്തിൽ നിര്യാണകാലമെന്ന് പറയുമ്പോൾ ഗ്രീക്കിൽ പറയുന്ന പദം ഇങ്ങനെയാണ്, അനാലിസിയോസ്. വാക്കിനർത്ഥമെന്ത്? 3 അർത്ഥങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാം. ഇത്രയേ ഉള്ളൂ അർത്ഥം. ഒരു രാജ്യത്തിൽ നിന്ന് ഒരു വലിയൊരു കപ്പൽ, ഒരു കപ്പിത്താനാൽ നിയന്ത്രിക്കപ്പെടുന്ന കപ്പൽ, ആ രാജ്യത്തിലുള്ള സകലമാന ചരക്കുകളും ഗുഡ്സും സകലവിധ ചരക്കുകളും ഈ കപ്പലിൻ്റെ അകത്തളത്തിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പ് ആ കപ്പിത്താൻ ഉയരത്തിൽ നിൽക്കുന്ന പാറി പറക്കുന്ന കൊടിയെ വലിച്ചു താഴ്ത്തി കെട്ടിയിട്ട് ഒരു സൈറൻ മുഴക്കും. ആ സൈറൻ മുഴക്കി കഴിഞ്ഞാൽ ആ കരയിൽ നിൽക്കുന്ന കപ്പൽ അവൻ്റെ ലക്ഷ്യ തുറമുഖത്തേക്ക് നീങ്ങും. ആ ലക്ഷ്യ തുറമുഖത്തേക്ക് ആ കപ്പൽ നീങ്ങിക്കഴിഞ്ഞാൽ വചനം ഇങ്ങനെ പറയുന്നു, കൃത്യമായി ഗ്രീക്ക് ചരിത്രം ഇങ്ങനെ പറയുന്നു. ആ പദത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ആ കരയിൽ നിന്ന് കയറ്റിയ സകല ചരക്കുകളും എത്തേണ്ട കരയിൽ ഈ കപ്പൽ നങ്കൂരമിട്ടെത്തിച്ചിട്ട് ആ കപ്പൽ മറുകരയിലെത്തി അവിടെ നിന്ന് കയറ്റിയ സകല ചരക്കുകളും ഈ കരയിലിറക്കി ഈ കപ്പലുള്ള സകല ചരക്കുകളും മറുകരയിലെത്തിച്ചു എന്ന് ഉറപ്പുവരുത്തിട്ട് ആ കപ്പിത്താൻ കപ്പലിന്റെ അകത്തളത്തിൽ കയറി വീണ്ടും ആ കൊടിയെ ഉയർത്തിക്കെട്ടും. ഉയർത്തിക്കെട്ടിയിട്ട് മനോഹരമായ സൈറൻ വീണ്ടും മുഴക്കുക. അർത്ഥം ഇത്രയുള്ളൂ, അപ്പുറത്തെ കരയിൽ നിന്ന് കൊണ്ടുവന്ന സകല ചരക്കുകളും മറുകരയിൽ ഞാൻ ഇറക്കിക്കഴിഞ്ഞു. എന്റെ കപ്പൽ ശൂന്യമാണ്. ഇനി ഞാൻ വന്ന തുറമുഖത്തേക്ക് ഈ കപ്പൽ തിരിച്ചു കൊണ്ടുപോവുകയാണ്. അതാണ് പ്രിയരെ മരണം. നിത്യമായ സ്വർഗത്തിൽ നിന്ന് സുവിശേഷത്തിൻ്റെ വാഹകരാകാൻ നമ്മെ ദൈവം അയച്ചു. ദൈവം ഇറക്കാൻ പറഞ്ഞെടുത്തെല്ലാം ഈ വചനത്തെ അങ്ങ് ഇറക്കിക്കോണം. ഈ സുവിശേഷത്തെ പ്രസംഗിച്ചോണം.
സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ, കോളേജിലാണെങ്കിൽ കോളേജിൽ, ജോലിയിടത്തിലാണെങ്കിൽ ജോലിയിടത്തിൽ ഈ സുവിശേഷം പറയാ. എവിടെയൊക്കെ അവസരം കിട്ടുമോ അവിടെയൊക്കെ ഈ സുവിശേഷത്തെ അറിയിച്ചോണം. ഹല്ലേലൂയ. നമുക്ക് മടിയാ അവരിലുള്ള എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുമെന്ന് നമ്മൾ നോക്കിക്കോ ഇരിക്കുക. കാലം മാറി. പക്ഷേ പൗലോസ് പറയുന്നു, എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം നിറച്ച സുവിശേഷത്തിൻ്റെ വിത്ത് മുഴുവനും ഞാൻ ആസിയയിലും ഏഷ്യ മൈനറിലും യൂറോപ്പിലും വിതച്ച് ഞാൻ പൂർണ്ണമായി എന്നിൽ നിറവേറ്റാമേ നിക്ഷിപ്തമായ കർത്തവ്യം മുഴുവനും ഞാൻ നിവർത്തിയായിട്ട് ഞാനൊരു തിരിച്ചുവെക്കൊണ്ട് എൻ്റെ മിരിയാണ കാലമെടുത്തു. ഞാൻ വന്ന തുറമുഖത്തേക്ക് ഞാൻ തിരിച്ചു പോകുകയാണ്. അതുകൊണ്ട് തിമോഥെയോസേ, ഞാൻ നല്ലവർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വച്ചിരിക്കുകയാണ്. എന്നാ ഭക്തനല്ലേ. അതുപോലെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് മുൾപടർപ്പിൽ വിളികേട്ട മോശ, ദൈവം ഇസ്രായേൽ ജനത്തിന്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞ മോശ വചനം പറയുന്നു, 40 വർഷം മരുഭൂമിയിൽ നടത്തി. 40 വർഷം മരുഭൂമിയിൽ നടത്തിയിട്ട് മോശയോട് പറഞ്ഞു, മോശേ, നിന്നിൽ ഞാൻ തന്ന ശുശ്രൂഷ തീരാൻ സമയമായി. ഇനി നിന്നിൽ ഞാൻ തന്ന നിയോഗം തീരാൻ സമയമാണ്. നിനക്ക് പകരം, സംഖ്യാപുസ്തകം പോയി വായിക്കണം, ആവർത്തിക്കുന്ന പുസ്തകത്തിലൊക്കെ ഉണ്ട്. വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ യോശുവയെ കണ്ടിരിക്കുക. നിന്റെ കൈവച്ച് നീ അവനെ അഭിഷേകം ചെയ്യണം. വചനം പറയുന്നു, ദൈവത്തിൻ്റെ ദൂതനുസരിച്ച് യോശുവയെ കൈവച്ച് അനുഗ്രഹിച്ചു. ദൈവം വിളിച്ച മലയിൽ മോശ കയറിപ്പോയി. ദൈവത്തിൻ്റെ കരത്തിൽ മോശ മരിച്ചു വീണു. ദൈവം അവനെ അടക്കി. അതാ പ്രിയരെ ദൈവിക പ്രത്യാശ. അതാ പ്രിയരെ ദൈവം നമ്മെ വിളിച്ച വിളി. ഇന്ന് പകൽ കേവലം ജഡത്തിൽ ജീവിച്ച് ഇങ്ങോട്ട് ഞാൻ കയറി വരുമ്പോൾ, ഈ 3-ാമത്തെ നിലയിൽ ആരൊക്കെ കയറി വരുമ്പോൾ 1-2 മാതാക്കൾ അവിടെ നിന്ന് പറയുന്നത് കേട്ടു. സഭാപ്രസംഗിയിലെ ഒരു വാക്കൊക്കെ എടുത്ത് പറയുന്നത് കേട്ടു, നിങ്ങൾ കയറ്റത്തെ പേടിക്കും, അരയ്ക്കുന്നവർ മന്ദമാകും. കാവൽക്കാരൊക്കെ വിറയ്ക്കും. ഈ ആരോഗ്യമൊന്നും കാണില്ല, ഈ ശക്തിയൊന്നും കാണില്ല. ഇന്നത്തെ യൗവനത്തിൽ തോന്നുന്ന ബലവും ശക്തിയൊന്നും വാർദ്ധക്യമാകുമ്പോൾ കാണില്ല. അത് മനുഷ്യന് ദൈവം വച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മുൻപാകെ കറ തീർത്ത് പറയാൻ കഴിയണം, അപ്പാ, നീ എന്നിൽ നിക്ഷിപ്തമായ എന്നിൽ നിറച്ച ശുശ്രൂഷ മുഴുവനും ഞാൻ പൂർത്തീകരിച്ചു. ഇനി ഒന്നുമില്ല. ഇനി നീ വിളിച്ചാൽ ഞാൻ വരും. അതാണൊരു ഭക്തൻ്റെ ജീവിതം. അവനെ പറ്റിയാണ് സ്വർഗം വിശ്വസ്തനെന്ന് സാക്ഷ്യം പറയുന്നത്. കേവലം ജഡത്തിൽ ഒതുങ്ങരുത്, കേവലം ഈ ലോകത്തിലെ നന്മകളിൽ ഒതുങ്ങരുത്, ഈ ലോകത്തിലെ താൽക്കാലിക സുഖങ്ങളിൽ ഒതുങ്ങരുത്. ദൈവത്തിന് വേണ്ടി ആയിരങ്ങളെ നേടണം. കേരളത്തിൻ്റെ മണ്ണിൽ മാത്രമല്ല പ്രിയരെ, വിവിധ സ്റ്റേറ്റുകളിൽ ഉണർവുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. വനാന്തരങ്ങൾക്കകത്ത് അനേക ദൈവത്തെ സ്നാനജലത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം മക്കളാരെന്ന് പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത പ്രാകൃതരായ മനുഷ്യർ സത്യദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരെയൊക്കെ നമുക്ക് നേടാനൊരു വിളിയുണ്ട്. ഇന്ന് പകൽ ആ വിളി വെളിപ്പെടണമെങ്കിൽ നമ്മൾ സറണ്ടർ ചെയ്യണം. എല്ലാ കണ്ണുകളും ദൈവം അടയട്ടെ. ഒരു നിമിഷം ദൈവം എഴുന്നേറ്റ് നിൽക്കാമോ?
ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാമോ? ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അങ്ങ് അയക്കുന്നിടത്ത് ഐ ആം റെഡി. ഞാൻ റെഡിയാണപ്പാ. എല്ലാ കണ്ണുകളും ദിവസമടയട്ടെ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചായി, ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. വേഗം വരാമെന്നു രക്ഷനാഥ, നോക്കി നോക്കി കൺകൾ മങ്ങിടുന്നേ. വേഗം വരാമെന്നു രക്ഷനാഥ, നോക്കി നോക്കി കൺകൾ മങ്ങിടുന്നേ. എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ? എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ? ഈ ലോക രാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും, ഈ ലോക രാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം പ്രാണനാഥൻ പോയതായ പാദമതി. പ്രാണനാഥൻ പോയതായ പാദമതി. ഒരിക്കൽ കൂടെ ഒന്ന് പറയാമോ? പ്രാണനാഥൻ പോയതായ പാദമതി. ഒരിക്കൽ കൂടെ പ്രാണനാഥൻ പോയതായ പാദമതി. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്ഥലത്തിൽ ജീവിക്കും സമർപ്പണത്തോടെ. പ്രാർത്ഥനത്തിൽ ജീവിക്കും വേഗം വരാമെന്നുരച്ചാൽ നോക്കി നോക്കി വേഗം വരാമെന്നുരച്ചനാഥ, നോക്കി നോക്കി കണ്ണുകൾ എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ? എപ്പോൾ വരുമോ
കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു പ്രാണപ്രിയ കണ്ടിടുവാ എപ്പോൾ വരുമോ, പ്രാണപ്രിയ കണ്ടിടുവാ വേഗം വരാമേ നുരച്ച നാഥ, നോക്കി നോക്കി കണ്ണുകൾ ഓ വേഗം വരാമേ നുരച്ച നാഥ, നോക്കി നോക്കി കണ്ണുകൾ ഓ എപ്പോൾ വരുമോ, പ്രാണപ്രിയ ഓ എപ്പോൾ വരുമോ, പ്രാണപ്രിയ കണ്ടിടുവാ എപ്പോൾ വരുമോ, ശമനതിരുകൾക്ക് കണ്ടിടുവാ എപ്പോൾ വരുമോ, പ്രാണപ്രിയ കണ്ടിടുവാ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ആത്മാർത്ഥമായി ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിച്ചാണ്. അപ്പാ, അങ്ങനെ കുറിച്ച് കണ്ട ദൈവിക പദ്ധതി ഒരു തരി പോലും ശേഷിക്കാതെ ഈ തലമുറയിൽ എന്നിലൂടെ ഒന്ന് നിറവേറ്റണേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ദൈവസന്നിധി സമർപ്പണത്തോ സ്വർഗമേ, ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആഴമേറിയ കരം തൊടുന്നതിനായി നന്ദി പറയും. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കാൻ നന്ദി. ഞങ്ങൾക്ക് മറുപടികൾ വെളിപ്പെട്ടതിനായി നന്ദി. ഈ ജനത്തിന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥന. ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ഇവരുടെ അനുഗ്രഹമായി മാറട്ടെ. മഹത്വമെല്ലാം അങ്ങടക്കും പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തന്നെ ആമേൻ. ദൈവസന്നിധിയിൽ ഒന്നിരിക്കാമോ? ദശാംശമായി വഴിപാടായി നേർച്ചയായി കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളിലെടുത്താട്ടെ, ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓഫറിങ്ങുകളും തൈത്തുകളും നിക്ഷേപിക്കാവുന്നതാണ്. ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. സ്വർഗീയമല്ല കർത്താവേ, ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളെ നീ കാണുന്നു. ദശാംശമായി വഴിപാടായി നേർച്ചയായി ഓൺലൈനായി ഓഫ്ലൈനായി വിതയ്ക്കുന്ന ഈ ജനത്തിൻ്റെ മേൽ 1000 മടങ്ങ് കൊയ്യുവാൻ സ്വർഗം ഇടവരുത്തണം.